ഹായ് വെൽക്കം ടു മാറ്റ്കം. ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചോദ്യം എന്ന് പറയുന്ന പ്രോബബിലിറ്റി എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം പലപ്പോഴും വെൻ ഡയഗ്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെറ്റ്സിൽ നിന്ന് വരുന്ന പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നേരം ഈ ഡിഫറെന്റ് വെൻ ഡയഗ്രാംസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യൂണിയനും ഇന്റർസെക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബിയും ബി ഡാഷും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് ക്ലിയർ ആയിട്ട് അറിയില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ആൻസർ വളരെ ക്ലിയർ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഈ വെൻ ഡയഗ്രാംസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി നേടിയതിനു ശേഷം നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ ഡിഫറെന്റ് വെൻ ഡയഗ്രാം നോക്കി. ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇവിടെ നോക്കുമ്പോൾ ഈ റെക്ടാംഗിൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ സ്പേസ് ആണ്. അതായത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇവന്റുകളുടെ കൺസിഡർ ചെയ്യുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡൈസ് ത്രോ ചെയ്തു. വിചാരിക്കുക. അപ്പൊ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്പുട്ടുകൾ ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6. അപ്പൊ ഈ 6 അക്കങ്ങളാണ് എന്ത്, ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക സാമ്പിൾ സ്പേസ് പെട്ടെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഓറഞ്ച് കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒരു ഇവന്റും ബ്ലാക്ക് കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ബി എന്നൊരു ഇവന്റുമാണെന്ന് വിചാരിച്ചു. നമ്മൾ ഈ എക്സ്പ്ലനേഷൻ മുഴുവൻ ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓറഞ്ച് കളറിലുള്ള സർക്കിൾ എയെ റെപ്രസെന്റ് ചെയ്യുന്നു, ബ്ലാക്ക് കളറിലുള്ളത് ബി എ റെപ്രസെന്റ് ചെയ്യുന്നു, ഈ റെക്ടാംഗിൾ സാമ്പിൾ സ്പേസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അസ്യൂം ദാറ്റ് എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഈവൻ നമ്പർ ആണ്. ഒബ്റ്റെയിനിങ് ആൻ ഈവൻ നമ്പർ ആണെങ്കിൽ എ എന്ന് പറയുന്നതിന്റെ സെറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2, 4, 6 എന്ന് എഴുതാം. അതുപോലെ ബി എന്ന് പറയുന്ന ഒരു ഇവന്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ, ബി എന്ന് പറയുന്ന സെറ്റിന് അതൊരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടാം? 3 കിട്ടാം, അല്ലെങ്കിൽ 6 കിട്ടാം. ക്ലിയറാ? ഓക്കെ. Then what do you mean by P of A? P of A എന്ന് പറയുന്നത് the probability of occurrence of that particular event A. അപ്പൊ എ എന്ന് പറയുന്ന എന്തുവാണ്? എ എന്ന് പറയുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഓറഞ്ച് സർക്കിളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഈ പറയപ്പെടുന്ന സാമ്പിൾ സ്പേസിലുണ്ട്. സാമ്പിൾ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ എയെ മൊത്തമായിട്ട് പി ഓഫ് എ മൊത്തം റെപ്രസെന്റ് ചെയ്താൽ ആ ഒരു സർക്കിളിനെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് 2, 4, 6. അപ്പൊ 2, 4, 6 എവിടെ വരും? ഈ പറയപ്പെടുന്ന ഓറഞ്ച് സർക്കിളിനുള്ളിൽ വരും. ബി എന്ന് പറയുന്നത് എന്താണ്? 3,6 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി എന്നത് ബി മുഴുവനായിട്ട് സർക്കിൾ ചെയ്യുന്നു. ദെൻ ഇനി നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്നുകിൽ എയിലുണ്ട്, അല്ലെങ്കിൽ ബിയിലുണ്ട്, അല്ലെങ്കിൽ എയിലും ബിയിലും ഉണ്ട്. ബി വെരി കെയർഫുൾ. ഒന്നുകിൽ എയിലുണ്ട്, അല്ലെങ്കിൽ ബിയിലുണ്ട്, അല്ലെങ്കിൽ എയിലും ബിയിലും ഉണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ എയിലുണ്ട്. എയിലുള്ളത് ഏതാണ്? 2, 4, 6. ബിയിലുള്ളത് 3, 6. ഓൾറെഡി നമ്മൾ 6 എഴുതിയത് കൊണ്ട് ഇവിടെ 3 കൂടി വരും. സോ ഇവിടെ നമ്മൾ എയിലുള്ളതിന് ഉദാഹരണം എന്താ? 2, 4, 6. ബിയിലുള്ള ഉദാഹരണം എന്താ? 3, 6. എയിലും ബിയിലുള്ളത് ഏതാണ്? 6. ക്ലിയർ ആണോ? അപ്പൊ ഒന്നെങ്കിൽ എയിൽ കാണാം, അല്ലെങ്കിൽ ബിയിൽ കാണാം, അല്ലെങ്കിൽ എയിലും ബിയിലും കാണാം. അങ്ങനെ വിളിക്കുന്നവരാണ് എ യൂണിയൻ ബി. അപ്പൊ എന്താണ്? എ മുഴുവനായിട്ട് വരും, ബി മുഴുവനായിട്ട് വരും. ഈ നടുക്കത്തെ പാർട്ട്, ഈ ഒരു പർട്ടിക്കുലർ പാർട്ട്, ഇതാണ് എന്ത്? എയിലും ബിയിലുമുള്ള പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇവിടെ നോക്കുവാണെങ്കിൽ 2ഉം 4ഉം ഇവിടെ വരുന്നു, 3 ഇവിടെ വരുന്നു, 6 എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ എടുത്ത ഒരു സാമ്പിൾ സെറ്റിനകത്ത് വരിക. ദെൻ എ ഇന്റർസെക്ഷൻ ബി. എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരണം. നമ്മളിപ്പോ എടുത്തൊരു ഇവന്റ് അനുസരിച്ചാണെങ്കിൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 6 ആണുള്ളത്. സോ ഇവിടെ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? 6നെ. അപ്പൊ എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന പാർട്ടാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പോസിബിലിറ്റി പി ഓഫ് എ ഡാഷ്. എന്താ പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിലുണ്ട്, എന്നാൽ എയിലില്ല. നമ്മൾ കണ്ടുപിടിച്ച എ എന്ന് പറയുന്ന ഇവന്റ് ഏതൊക്കെയായിരുന്നു? 2, 4, 6. എയിലില്ല, സാമ്പിൾ സ്പേസിലുണ്ട്. അതാണ് എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ സാമ്പിൾ സ്പേസിലുള്ള എയിലില്ലാത്ത ആരൊക്കെയാണ്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 മുതൽ 6 വരെ. എ എന്ന് പറയുന്നത് 2, 4, 6. എ ഡാഷ് എന്ന് പറയുന്നത് 1, 3, 5 ആയിരിക്കും. എന്താണ് പി ഓഫ് എ ഡാഷ്? പി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് എയിൽ ഉൾപ്പെടാതെ സാമ്പിൾ സ്പേസിലുള്ള ബാക്കിയുള്ള മുഴുവൻ എലമെന്റിനെയും കൂടെ വിളിക്കുന്ന പേരാണ് അതിനെ വിളിക്കുന്ന പേരാണ് പി ഓഫ് എ ഡാഷ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം, ഒരു സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ പി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് എയിൽ ഒഴിച്ച് സാമ്പിൾ സ്പേസിലുള്ളതെല്ലാം. അതായത് പി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആയിരിക്കും. അടുത്തത് പി ഓഫ് ബി ഡാഷ്. എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലില്ല, സാമ്പിൾ സ്പേസിലുണ്ട്.
അതായത് ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ബിയിലുള്ള എലമെന്റ് ഏതൊക്കെയാണ്? 3ഉം 6ഉം. ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എന്താണ്? ബട്ട് സാമ്പിൾ സ്പേസിലുണ്ട്. സാമ്പിൾ സ്പേസിലുള്ള ബിയിലുള്ളത് ആരാണ്? 1 മൈനസ് പി ഓഫ് ബി എന്ന് വരും. ക്ലിയറാ? ബിയിൽ ഇല്ലാതെ സാമ്പിൾ സ്പേസിലുള്ള ആരൊക്കെയാ? 1, 2, 4, 5. അതാണ് ബി ഡാഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ബി ഡാഷ് ഇങ്ങനെ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വൺ, പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. വളരെ ശ്രദ്ധിക്കണം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് ഈ പറയപ്പെടുന്ന സർക്കിളിൽ ഉണ്ടാവാൻ പാടില്ല. ഈ സർക്കിൾ ഇല്ലാത്ത ആരൊക്കെയാണ്? എ ഒഴിച്ച് ബാക്കിയല്ല. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് ഈ പറയപ്പെടുന്ന സർക്കിളിൽ ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവനാണ് എന്ത്? ബി ഡാഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ എന്താ പറയുക? അവയുടെ യൂണിയൻ. അതിന്റെ അർത്ഥം എന്താ? ഒന്നെങ്കിൽ എ ഡാഷിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ബി ഡാഷിൽ ഉണ്ടാവണം. എ ഡാഷ് എന്ന് പറയുമ്പോൾ എ ഒഴിച്ച് ബാക്കി മുഴുവൻ വരും. ബി ഡാഷ് എന്ന് പറയുമ്പോൾ ബിയിൽ ഒഴിച്ച് മുഴുവൻ വരും. അപ്പം എ ഡാഷിലും ബി ഡാഷിലും ഇല്ലാത്ത ഏക പാർട്ട് ഏതാണ്? അതിന് കോമൺ ആയിട്ടുള്ള പാർട്ടാണ്. കറക്റ്റാ? അതായത് പി ഓഫ് എ യൂണിയൻ ബി ഡാഷ്, പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ആണ്. അതായത് ആ സാമ്പിൾ സ്പേസിൽ എ ഇന്റർസെക്ഷൻ ബിയിൽ ഉള്ളതൊഴിച്ച് ബാക്കി എല്ലാത്തിനെയാണ് വിളിക്കുന്ന പേരാണ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയുന്നത്. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയും. ഒന്നുകൂടെ ഞാൻ പറയാം. എ ഡാഷ് എന്ന് പറയുന്നത് എയിൽ ഉണ്ടാവാൻ പാടില്ല, സാമ്പിൾ സ്പേസിൽ മൊത്തമുണ്ട്. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബിയിൽ ഉണ്ടാവാൻ പാടില്ല, സാമ്പിൾ സ്പേസിൽ മൊത്തമുണ്ട്. അപ്പോൾ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ ഡാഷിൽ കാണണം, അല്ലെങ്കിൽ ബി ഡാഷിൽ കാണണം, അല്ലെങ്കിൽ എ ഡാഷിലും ബി ഡാഷിലും കാണണം. ഈ സർക്കിളിൽ വെളിയിൽ നോക്കിയാൽ അവിടെ എന്താണ്? സർക്കിളിന് വെളിയിലുള്ള രണ്ടും എല്ലാ പാർട്ടും എ ഡാഷിലും ഉണ്ട്, ബി ഡാഷിലും ഉണ്ട്. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് എടുത്താൽ ഇതെന്തുവാ? ഇത് ശരിക്കും ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ബി ഡാഷിന്റെ ഭാഗമായിട്ട് വരും. ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് എടുത്താൽ എന്ത് വരും? ഇത് നത്തിങ് ബട്ട് എ ഡാഷിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയുമ്പോൾ നത്തിങ് ബട്ട് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഹോൾ ഡാഷ് ആണ്. ക്ലിയറാ? നെക്സ്റ്റ് വൺ, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതായത് എ ഡാഷിലും ഉണ്ടാവണം. എ ഡാഷ് എന്ന് പറയുന്നത് എ ഒഴിച്ച് സാമ്പിൾ സ്പേസ് മുഴുവൻ, ബി ഡാഷ് എന്ന് പറയുന്നത് ബി ഒഴിച്ച് സാമ്പിൾ സ്പേസ് മുഴുവൻ. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് ഈ എ യൂണിയൻ ബി, അല്ലെങ്കിൽ എയിലും ബിയിലും ഉള്ള ഭാഗങ്ങൾ മുഴുവൻ മാറ്റുന്നത് ബാക്കി മുഴുവനായിരിക്കും. അതായത് പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ആയിരിക്കും. പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി. പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി. എ ഡാഷ് യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് എയിൽ ഉണ്ടാവാൻ പാടില്ല, അതായത് എ ഒഴിച്ച് ബാക്കിയല്ല. ബിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്തോ? എക്ക് ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്ന ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും വിളിക്കുന്ന പേരാണ് എ ഡാഷ് യൂണിയൻ ബി. അതായത് നത്തിങ് ബട്ട് എന്താണ് പറയുന്നത്? എയിൽ ഉണ്ടാവാൻ പാടില്ല, ബിയിലുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എ ഡാഷ് യൂണിയൻ ബി. ക്ലിയറാ? അപ്പൊ എ ഡാഷ് യൂണിയൻ ബി, എ ഡാഷ് യൂണിയൻ ബി എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി. അതായത് എന്താണ്? എ ഡാഷിലും ഉണ്ടാവണം, ബിയിലും ഉണ്ടാവണം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എ ഒഴിച്ച് സാമ്പിൾ സ്പേസിലുള്ളത് മുഴുവൻ. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി സർക്കിൾ മാത്രം. അപ്പൊ രണ്ടിന് കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഈ പറയപ്പെടുന്ന ഈ എ ഇന്റർസെക്ഷൻ ബി ഒഴിച്ച് പി ഓഫ് ബിയുടെ ഭാഗം മുഴുവൻ. അപ്പൊ നമുക്ക് എന്തെഴുതാം? പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ക്ലിയർ ആ? അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇവിടെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി. എ ഡാഷ് യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തുവാ? എ ഡാഷ് യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് ബിയിലുണ്ട്. കറക്റ്റാ? പി ഓഫ് ബിയിലുള്ള ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പി ഓഫ് ബിയിലുള്ള ഭാഗങ്ങൾ മുഴുവൻ വരും, അതുപോലെ എ ഡാഷിലുള്ള ഭാഗങ്ങൾ കൂടി വരും. ക്ലിയർ ആണല്ലോ? ഫൈൻ. ഇനി അടുത്തത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ, അതായത് എ ഇന്റർസെക്ഷൻ ബിയിലുള്ള ഭാഗങ്ങൾ ഒഴിച്ച്, ഇതാണ് എ ഇന്റർസെക്ഷൻ ബി, അതിലുള്ള ഭാഗം ഒഴിച്ച് സാമ്പിൾ സ്പേസ് മുഴുവൻ. ദിസ് ഇസ് നത്തിങ് ബട്ട് 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നെക്സ്റ്റ് വൺ, പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബിയിൽ ഒഴിച്ചൊഴിച്ച് ബാക്കി മുഴുവൻ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി.
ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം എങ്ങനെയാണ്? പി ഓഫ് എ എന്ന് പറയുന്ന 0.54, പി ഓഫ് ബി എന്ന് പറയുന്ന 0.69, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.35. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ പി ഓഫ് എയിലുണ്ടാവും, അല്ലെ പി ഓഫ് ബിയിലുണ്ടാവും, അല്ലെങ്കിൽ രണ്ടിലും കാണാം. പക്ഷേ പി ഓഫ് എ എടുക്കുമ്പോഴും അതിനകത്ത് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്, പി ഓഫ് ബി എടുക്കുമ്പോഴും അതിനകത്ത് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്. അപ്പൊ രണ്ട് പ്രാവശ്യം എ ഇന്റർസെക്ഷൻ ബി വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു തവണ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എ മൈനസ് ചെയ്യണം. എ ഇന്റർസെക്ഷൻ ബി എ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.54 പ്ലസ് 0.69 മൈനസ് 0.35. നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് 0.88 എന്ന് കിട്ടും. രണ്ടാമത്തേത് പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എയിൽ ഉണ്ടാവാൻ പാടില്ല, ബിയിൽ ഉണ്ടാവാൻ പാടില്ല, എയിൽ ഉണ്ടാവാൻ പാടില്ല, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. കറക്റ്റാ? സോ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ഇമേജ് പ്രകാരം എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എന്താ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത്? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. എന്താ എ യൂണിയൻ ബി ഹോൾ ഡാഷ്? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇതിനെ എന്തെന്ന് എഴുതാം? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. എ യൂണിയൻ ബി 0.8 ആണ്. സോ 1 മൈനസ് 0.88 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.12. ഡൺ. അടുത്തത് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഡാഷ് നമ്മൾ എടുത്തിട്ടില്ല, പിന്നെ തിരിച്ചു തന്നെ എടുക്കാം. എന്താണ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ? എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവണം, ബി ഡാഷിലും ഉണ്ടാവണം. ക്ലിയറാ? എയിൽ ഉണ്ടാവണം, ബി ഡാഷിലും ഉണ്ടാവണം. സോ നമ്മൾ വെൻ ഡയഗ്രമായിട്ട് വരച്ചാൽ എയിലുണ്ട്, സോ എ എന്ന് പറയുന്ന ഉത്തരം, ബി ഡാഷിലുമുണ്ട്. സോ ആ പാർട്ട് എന്ന് പറയുന്നത് എന്തുവാ? ആ പാർട്ട് എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ളത് ഇത്രയും മാത്രം. കറക്റ്റാ? എന്ന് പറയുന്നത് എന്തുവാ? പി ഓഫ് എയിൽ നിന്ന് പി ഓഫ് എയിൽ നിന്ന് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കുക. പി ഓഫ് എയിൽ നിന്ന് പി ഓഫ് എയിൽ നിന്ന് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. കാരണം എയിൽ ഉണ്ടാവണം ബി ഡാഷ്. ബി ഡാഷ് എന്ന് പറയുന്നത് ബി ഒഴിച്ച് ബാക്കിയെല്ലാം. കറക്റ്റാ? അതിനപ്പം എന്ത് വരും? ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് വരും. ബട്ട് എന്താണ്? ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ബിയിലുള്ള പാർട്ടാണ് എയുടെ എന്ത്? എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എയിൽ നിന്ന് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കുക. എന്ത് കിട്ടും? 0.54 പി ഓഫ് എ കണ്ടുപിടിച്ചു. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.35 മൈനസ് പി ഓ 0.35 ആണ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 0.19 കിട്ടും. നെക്സ്റ്റ് വൺ, പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡാഷ്. ബി ഇന്റർസെക്ഷൻ എ ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറയുന്നത് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 0.69 മൈനസ് 0.35 എന്ന് കിട്ടും. കാരണം വാല്യൂ തന്നിട്ടുണ്ട്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 34 കൂടി 34 കിട്ടിയാൽ 0.35 എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ, പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. എ യൂണിയൻ ബി ഡാഷ്. എ യൂണിയൻ എയിൽ ഉണ്ടാവണം, ബി ഡാഷിലും ഉണ്ടാവണം. എയിൽ ഉണ്ടാവണം, ബി ഡാഷിലും. അപ്പൊ എയിലുള്ളതും ബി ഡാഷിലുള്ളതും എയിലുണ്ട്. കറക്റ്റാ? എയിലുണ്ട്, ബി ഡാഷിലും ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താ അർത്ഥം? ഒന്നെങ്കിൽ എയിൽ കാണണം, അല്ലെങ്കിൽ ബി ഡാഷിൽ കാണണം. സോ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, എയിലുള്ളതെന്ന് പറഞ്ഞാൽ എ മൊത്തം, ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ബി ഒഴിച്ച് സാമ്പിൾ സ്പേസ് മൊത്തം. അപ്പൊ നമുക്ക് ആകെ പോകുന്ന എന്താണ്? ഈ ബിക്ക് തനിയായി കിടക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രമാണ് പോകുന്നത്. ബിക്ക് തനിയായി കിടക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രമാണ് പോകുന്നത്. കറക്റ്റാ? കറക്റ്റാ? എന്ന് പറഞ്ഞാൽ എന്തുവാ? പി ഓഫ് എ യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് 1 മൈനസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡാഷ് ആണ്. പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡാഷ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.34 that is equal to 0.66. ക്ലിയറാ? എല്ലാ പാട്ടും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. സി, ആ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വഴിയായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത് ഇത് സൊല്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ വീണ്ടും ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കണ്ട് മനസ്സിലാക്കി അത് നിങ്ങൾ തനിയെ വരച്ച് മനസ്സിലാക്കി വെച്ചതിന് ശേഷം പ്രോ സൊല്യൂഷൻ വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാവും. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.